കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, so welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് നമ്മളിവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസംബറിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന നമ്മുടെ BCHCT 133 എന്ന പേപ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം, ഫൈനൽ മിനിറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ബേസിസിൽ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആണത്. സോ വെൽക്കം വൺസ് അഗെയിൻ ടു ദി ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ BCHCT 133 കെമിക്കൽ എനർജറ്റിക്സ് ഇക്വിലിബ്രിയ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി അല്ലെ, കുറച്ചധികം ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണത്. അതായത് നമുക്ക് ഇതിനകത്ത് കൈനറ്റിക്സ് ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ആ കാര്യങ്ങൾ വരുന്നുണ്ട്, കൂടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ചെറിയ പാർട്ടും വരുന്നുണ്ട്. സോ നമ്മളിത് പഠിക്കുമ്പം കംപ്ലീറ്റ് ആയിട്ടും ഏതൊക്കെ കീ പോയിന്റ്സ് നമ്മൾ ഓർത്തു വെക്കണം, ഓരോ ടോപ്പിക്സും കവർ ചെയ്യുമ്പോൾ ആ ടോപ്പിക്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അങ്ങനെ അതുപോലെ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം ആക്ച്വലി ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ആ ഒരു പാറ്റേൺ അടക്കം അനലൈസ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന നമ്മുടെ ഈ ഒരു എക്സാമിന് നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ബേസിസിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ആക്ച്വലി സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും നമ്മുടെ ഇഗ്നോയുടെ സിലബസുകളെല്ലാം ബ്ലോക്ക് വൈസ് ആയിട്ട് ഓരോ പേപ്പറിനെ ബ്ലോക്ക് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാകും. സോ ഓരോ ബ്ലോക്ക് വൈസ് ഏതൊക്കെ ബ്ലോക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആ യൂണിറ്റിൽ തന്നെ പെർട്ടിക്കുലർ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം, ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ, ആക്ച്വലി നിങ്ങളുടെ എക്സാം വരുന്നുണ്ടാവുക ഔട്ട് ഓഫ് 50 ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നുണ്ടാവുക. 2 ഹവേഴ്സിന്റെ എക്സാം ആയിരിക്കും. നമ്മുടെ എക്സാമിനെ കംപ്ലീറ്റ് 2 പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് പാർട്ടിൽ നിന്ന് 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു എക്സാം പാറ്റേൺ വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ ഉറപ്പായിട്ടും കവർ ചെയ്ത് പോകണം. ഒട്ടും സമയമില്ലെങ്കിലും ആ ഒരു ഫൈനറ്റ് മിനിറ്റിലെങ്കിലും ഉറപ്പായിട്ടും കവർ ചെയ്ത് പോകേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്. അതിൽ വരുന്നതാണ് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ്, ഇക്വിലിബ്രിയത്തിലോട്ട് വരുമ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അതുപോലെ നെയിം റിയാക്ഷൻസ്, ഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിൽ കുറച്ചധികം നെയിം റിയാക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്, അതെല്ലാം നമ്മൾ കവർ ചെയ്യേണ്ടി വരും. പിന്നെ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ആക്ച്വലി ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എക്സാം പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ദെൻ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കിനനുസരിച്ച് ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്, ആ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ആക്ച്വലി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിനകത്ത് നിന്ന് റെക്കറിംഗ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ്. അപ്പം ഈ ആക്ച്വലി ആ ഒരു പാറ്റേണിൽ ചെറിയ ചെറിയ ചേഞ്ച് എങ്കിലും വരുന്നുണ്ട്. ആ ചേഞ്ചും കൂടെ അനലൈസ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഈ ഒരു ഡിസംബറിൽ എക്സാമിന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും. സോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ബ്ലോക്ക് 1ലെ
യൂണിറ്റ് 1 അങ്ങനെ ഓരോ വയസ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഏതൊക്കെ ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം, അത് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന്റെ റെലവൻസ് എത്രത്തോളാണ്, ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 സ്റ്റേറ്റ് വേഴ്സസ് പാത്ത്, ഇന്റൻസീവ് വേഴ്സസ് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്, ഈ ഒരു ടോപ്പിക്കിന് 8 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ റെലവൻസ് വരുന്നത് മീഡിയം റെലവൻസ് ആണ്. ഈ സെയിം ബ്ലോക്കിൽ തന്നെ സെയിം യൂണിറ്റിൽ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് സിമ്പിൾ ക്യൂ കാൽക്കുലേഷൻ, ക്യൂ is equal to MC I cap T കാൽക്കുലേഷൻസ്, ഈ കാൽക്കുലേഷൻസ് ഈ ഭാഗത്ത് നിന്ന് ഏകദേശം 6 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെയും റെലവൻസ് വരുന്നത് മീഡിയം ആണ്. സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് 2 ഫസ്റ്റ് ലോ വർക്ക് ഇൻ ഐസോതെർമൽ അഡിയബാറ്റിക് പ്രോസസ്സസ്, അതിനകത്ത് നിന്ന് 5 തവണയാണ് ക്വസ്റ്റ്യൻസ്, 5 ടൈംസ് വന്നിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. സെയിം ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഹെസ്സസ് ലോ ആൻഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻ, 5 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ബോണ്ട് എൻതാൽപി, ക്രിച്ച്ഹോഫ് ടൈപ്പ് ടെമ്പറേച്ചർ കറക്ഷൻസ്, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ലോ റെലവൻസ് ആണ്. ഇനി സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 4 എൻട്രോപ്പി ICAP-S കാൽക്കുലേഷൻസ്, ഐഡിയൽ ഗ്യാസ് ഫേസ് ചേഞ്ച്, ഈ ഒരു ഭാഗത്ത് നിന്ന് 7 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 4 ആയിട്ടുള്ള ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി ക്രൈറ്റീരിയ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 6 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഹാവ് മീഡിയം റെലവൻസ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5 KP/KC എക്സ്പ്രഷൻസ് ആൻഡ് ഇന്റർ കൺവേർഷൻസ്, 9 തവണ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആയിട്ടുള്ള Le Chatelier പ്രഡിക്ഷൻസ്, TP കോൺസെൻട്രേഷൻ, ഇനർട്ട് ഗ്യാസ്, അതായത് Le Chatelier പ്രിൻസിപ്പിൾ അനുസരിച്ച് എങ്ങനെയായിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ പ്രിഫർ ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളാണ് അതിനകത്ത് വരിക. അതിനകത്ത് നിന്ന് 7 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ് മീഡിയം റെലവൻസ്. ഇനി ബ്ലോക്ക് 2 സെയിം യൂണിറ്റ് 7 ആയിട്ടുള്ള ആസിഡ് ബേസ് തിയറീസ്, pH, ഡിഗ്രി ഓഫ് അയണൈസേഷൻ, വീക്ക് ആസിഡ്സ് ആൻഡ് ബേസസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 10 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ റെലവൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആയിട്ടുള്ള ബഫേഴ്സ് ആൻഡ് ഹെൻഡേഴ്സൺ ഹേസൽബാച്ച് കോമൺ അയോൺ ബഫറിംഗ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 12 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ റെലവൻസ് ആണ്. നമ്മൾ ഒരിക്കലും ആ ടോപ്പിക് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആയിട്ടുള്ള കോമൺ അയോൺ എഫക്ട് ഇൻ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 6 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിന് ഏകദേശം ഒരു മീഡിയം റെലവൻസ് ആണുള്ളത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 9 സാൾട്ട് ഹൈഡ്രോളിസിസ് ആൻഡ് pH ഓഫ് സാൾട്ട്, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 8 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 9 സോലിബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സെലക്ടീവ് പ്രസിപ്പിറ്റേഷൻ, 6 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആയിട്ടുള്ള ഹരോമാറ്റിസിറ്റി ആൻഡ് ബെൻസീൻ ബേസിക്സ്, ഹക്കെൽസ് റൂൾ എല്ലാം വരുന്ന ഒരു ടോപ്പിക് ആണത്. നമ്മൾ അറിയുന്നുണ്ടോ ഹക്കെൽസ് റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അരോമാറ്റിസിറ്റി പ്രഡിക്റ്റ് ചെയ്ത് ബെൻസീൻ അരോമാറ്റിക് ആണ് അല്ലേ എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്. അവിടുന്ന് 4 തവണയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 നിന്ന് EAS മെക്കാനിസം, നൈട്രേഷൻ, ഹാലോജിനേഷൻ, ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ്, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 10 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഹൈ റെലവെന്റ് വരുന്ന ഒരു ടോപ്പിക് ആണത്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 11 ആയിട്ടുള്ള ഫ്രൈഡൽ ക്രാഫ്റ്റ് കാറ്റാലിസിസ്, സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ്, 8 തവണയാണ് ആ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഡയറക്റ്റിംഗ് എഫക്ട്, സൈഡ് ചെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഓക്സിഡേഷൻ, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 7 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 13 നിന്ന് SN1 SN2 റിയാക്ടിവിറ്റി ട്രെൻഡ് ഇൻ ആൽക്കൈൽ ഹലൈഡ്സ്, SN1 SN2 മെക്കാനിക്സ് എല്ലാം അറിയുന്നുണ്ടാകും. ആ ഒരു ഭാഗത്ത് നിന്ന് 9 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 13 ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ഷൻസ്, കൺവേർഷൻസ്, ഈ ഒരു പാർട്ടിൽ നിന്ന് 5 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി സെയിം ബ്ലോക്ക് 3 യൂണിറ്റ് 14 ആയിട്ടുള്ള അരൈൽ ഹാലൈഡ്സ്, SNAR, സാൻമേയർ സ്പെഷ്യൽ റിയാക്ടിവിറ്റി, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 6 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 15
യൂണിറ്റ് 15 ആൽക്കഹോൾസ്, പ്രിപ്പറേഷൻ, അസിഡിറ്റി, ഡീഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ. ഈ ഒരു ഭാഗത്ത് നിന്ന് 7 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 16 നിന്ന് ഫിനോൾസ്, അസിഡിറ്റി, ബ്രോമിനേഷൻ, നൈട്രേഷൻ, കോൾബ്സ് റിയാക്ഷൻ. ഈ ഒരു ഭാഗത്ത് നിന്നെല്ലാം കോൾബ്സ് ഇലക്ട്രോളിസിസ് എല്ലാം വരുന്ന ഒരു ടോപ്പിക് ആണത്. അവിടുന്ന് ഏകദേശം 9 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 17 ഈതേഴ്സ്, വില്യംസൺ സിന്തസിസ്, ഇപ്പോക്സൈഡ്സ്, ക്രൗൺ ഈതേഴ്സ്. ഈ ഒരു ഭാഗത്ത് നിന്ന് 6 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 18 ഹാൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, അതായത് ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ റിയാക്ഷൻ, ഐഡോഫോം റിയാക്ഷൻസ് എല്ലാം ഉണ്ട്. നെയിംഡ് റിയാക്ഷൻസ് ആണ്. അവിടുന്ന് ഏകദേശം 12 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. പൊതുവെ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ നെയിംഡ് റിയാക്ഷൻസ് സ്കിപ്പ് ചെയ്യരുത്. നെയിംഡ് റിയാക്ഷൻസ് നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്യണം. അവിടുന്ന് ക്വസ്റ്റ്യൻസ് റെക്കറിംഗ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 19 ബെൻസാൽഡിഹൈഡ്, അസെറ്റോഫിനോൺ പ്രിപ്പറേഷൻ, അതിന്റെ ലാബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 മെത്തേഡ് മേ ബി പഠിക്കാനുണ്ടാകും. ഇൻഡസ്ട്രിയൽ മെത്തേഡും വരുന്നുണ്ടാകും, ലബോറട്ടറി മെത്തേഡും വരുന്നുണ്ടാകും. സോ ആ ലബോറട്ടറി മെത്തേഡ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 7 തവണ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു ബേസിസിൽ ഓവറോൾ ഏതൊരു ബ്ലോക്കിനാണ്, ബ്ലോക്ക് 2 എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ബ്ലോക്ക് 2 ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ, ഒരു ബ്ലോക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്ലോക്ക് 2 ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അവിടുന്ന് ഒരുപാട് തവണ എന്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ബാർ ഡയഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. സെയിം ഡാറ്റയുടെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഇനി നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ്, ഇപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് നമ്മൾ പെർട്ടിക്കുലർലി കവർ ചെയ്യണം. ഇപ്പൊ ഫിസിക്കൽ ആൻഡ് ഇക്വിലിബ്രിയം ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് 1ലെയും 2ലെയും കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ടോപ്പിക്സ് ആണ് ഫിസിക്കൽ ആൻഡ് ഇക്വിലിബ്രിയം എന്നൊരു ടോപ്പിക്. ഇതൊരു ഹൈ ഈൽഡ് ടോപ്പിക്കാണ്. അവിടെ തന്നെ ബഫേഴ്സ് ആൻഡ് ഹെൻഡേഴ്സൺ, ഹെയ്സൽബാക്ക് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് 18 വരുന്ന ഒരു പാർട്ടാണ്. അവിടുന്ന് നമുക്ക് പ്രത്യേകം യൂണിറ്റ് ന്യൂമറിക്, റൂട്ടീൻ ന്യൂമറിക്, അതായത് PH കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അതല്ലാതെ വരുന്ന എന്താ പറയാ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ബഫേഴ്സ് ആൻഡ് ഹെൻഡേഴ്സൺ, ഹെയ്സൽബാച്ച് എന്ന യൂണിറ്റ് ആകുന്നത്. കോമൺ അയോൺ എഫക്റ്റിന്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് KP/KC എക്സ്പ്രഷൻസ് ആൻഡ് കൺവേർഷൻ. യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് തവണ പ്രോബ്ലമാറ്റിക് ന്യൂമറിക് പ്രോബ്ലംസും വരാറുണ്ട്. ഈ സെയിം എന്താ പറയാ KP/KCയുടെ ഡെറിവേഷൻസും അതിന്റെ അപ്ലിക്കേഷൻസും കൂടെ ചോദിക്കാറുണ്ട്. ലേഷാറ്റ്ലർ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലി ലേഷാറ്റ്ലർ പ്രിൻസിപ്പിൾ എഴുതാൻ ചോദിക്കാം. അതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഒരു റിയാക്ഷനിലോട്ട് നമ്മൾ ആ ഒരു ലേഷാറ്റ്ലർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻസിന് എന്തൊക്കെ സംഭവിക്കും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്തൊക്കെയാണ് നടക്കുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻസിൽ വരുന്ന മാറ്റങ്ങൾ, പ്രഷറിന്റെ മാറ്റങ്ങൾ, പ്രഷർ ചേഞ്ച് വരുമ്പോഴുള്ള മാറ്റങ്ങൾ, നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് വരുമ്പോഴുള്ള മാറ്റങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം ഏത് റിയാക്ഷൻ ആയാലും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് നടത്തിയാൽ അല്ലെങ്കിൽ പ്രഷർ ചേഞ്ച് നടത്തിയാൽ നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ചസ് നടത്തിയാൽ എങ്ങനെയായിരിക്കും ആ ഒരു ഓവറോൾ ഇക്വിലിബ്രിയം എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. വീണ്ടും സിസ്റ്റം ഇക്വിലിബ്രിയത്തിലോട്ട് എത്താനാണല്ലോ നോക്കുക. അപ്പൊ ഓവറോൾ എങ്ങോട്ടായിരിക്കും ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആണോ ഫോർവേഡ് ഷിഫ്റ്റ് ആണോ, ആ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു ഭാഗം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക്കില് ബ്ലോക്ക് 3ഉം 4ഉം ആയിരിക്കും ഓർഗാനിക് വരുന്നുണ്ടാവുക. അവിടുന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് EAS മെക്കാനിസം, അതായത് നൈട്രേഷൻ, ഹാലോജിനേഷൻ, ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ്. ഇതെല്ലാം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 11 വരുന്ന ഒരു ടോപ്പിക് ആണത്. കാർബോണിൽ റിയാക്ഷൻസ് യൂണിറ്റ് 18 ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ റിയാക്ഷൻ, ഐഡോഫോം റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയുന്നുണ്ടാകും മെജോറിറ്റി ഓഫ് റിയാക്ഷൻസും നെയിംഡ് റിയാക്ഷൻസാ അല്ലെ. ആൽഡോൾ കണ്ടൻസേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൽഡിഹൈഡും ആൽക്കഹോളും കൂടെ കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അതുപോലെ ഈ റിയാക്ഷൻസിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓർത്ത് വെക്കണം അവിടുത്തെ റിയാക്ടന്റ് ഇപ്പൊ നമുക്ക് മീൻസ് റിയാക്ടന്റ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആൽഡിഹൈഡും പെർട്ടിക്കുലർ ആൽക്കഹോളും പഠിച്ചു വെക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഏതൊരു ആൽക്കഹോൾ തന്നാലും ഏതൊരു ആൽഡിഹൈഡ് തന്നാലും ഇപ്പൊ ഒരു ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവിടുത്തെ റിയേജൻസ് സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻസ് എല്ലാം വരാം. അതായത് ഏതെങ്കിലും കുറച്ച് റിയാക്ഷൻസ് തന്നിട്ട് എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ
അത് പെർട്ടിക്കുലർലി ആൾഡോൾ കണ്ടൻസേഷൻ ആണോ, കാനിസാരോ റിയാക്ഷൻ ആണോ, ഐഡോഫോം റിയാക്ഷൻ ആണോ എന്നൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്യണം എന്ന് നിർബന്ധമല്ല. അപ്പൊ അന്നേരം നമ്മൾ ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? അവിടുത്തെ റിയേജൻസ് മീൻസ് പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ്, അവിടുത്തെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം, റിയാക്ടൻസ് നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ കട്ട് ആയിട്ട് അതിനകത്ത് റിയാക്ടൻസ് ഏതൊക്കെയാണ്, കാറ്റലിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നൊക്കെ പെർട്ടിക്കുലർലി ക്ലിയർ ആയിട്ട് തന്നെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെയാണ് SN1 SN2യുടെ കാര്യം വരുന്നത്. ഈ SN1 SN2യുടെ റിയാക്ടിവിറ്റി ഓർഡർ എല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ മെക്കാനിസത്തിലെല്ലാം ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് തന്നെ എഴുതണം. ഒന്നും മിസ് ചെയ്യാതെ ഈ ടെമ്പറേച്ചർ കണ്ടീഷൻ, പ്രഷർ കണ്ടീഷൻ, കാറ്റലിസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് പ്രൊഡക്റ്റിന്റെ പേര് എഴുതിയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഓരോ മെക്കാനിസം കവർ ചെയ്ത് പോവാൻ. ഓക്കെ, ഇനി നമ്മുടെ എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് തെർമോ എക്വിലിബ്രിയ കാൽക്കുലേഷൻസ്, pH, Kp/Kc, KSP, ΔH, ΔS, ΔG, ഹെൽമോൾസ് എനർജി, എൻട്രോപ്പി, ഗിബ്സ്, ഇതിന്റെ എല്ലാം ചേഞ്ച്. ഈ ഭാഗത്തു നിന്നെല്ലാം എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെ ചോദിക്കാറുണ്ട്. സോറി, ഹെൽമോൾസ് എനർജി അല്ല, ഹീറ്റ് ചേഞ്ച്. ഇനി ഡെറിവേഷൻ എക്സ്പ്രഷൻ, അതായത് ഡെറിവേഷൻ ടൈപ്പ് പ്രോബ്ലംസ്, അതായത് ഒരു പ്രോബ്ലം പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കാനൊക്കെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ടും ചോദിക്കാറുള്ളത് Kp/Kc ആ ഒരു ഏരിയയിൽ. പിന്നെ പെർട്ടിക്കുലർ ലോസ് എല്ലാം പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ മെക്കാനിസംസ് വരാറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ EAS മെക്കാനിസം, നെയിം റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് മെക്കാനിസം തന്നെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കൺസെപ്ച്വൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, എന്താണ് Le Chatelain പ്രിൻസിപ്പിൾ, അതുപോലെ ഏതെങ്കിലും ഒരു എന്താ പറയാ സോലിബിലിറ്റി പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ ജസ്റ്റ് വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അങ്ങനത്തെ ഒക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും വരാം. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ബ്രീഫായിട്ടൊന്ന് ജസ്റ്റ് അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റിന് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് അങ്ങനെ ആയി, എന്തുകൊണ്ട് ഇതിന് ഇന്ന അപ്ലിക്കേഷൻസ് വരുന്നു, ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനകത്ത് കവർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം അതാണ് നോക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 to 5 മാർക്സിനായിരിക്കും ന്യൂമറിക്കൽ പ്രോബ്ലംസ് പൊതുവെ വരാറുള്ളത്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കവർ ചെയ്യണം? ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് 1-2 സെന്റൻസിൽ എന്ത് ചെയ്യുക, ആ ലോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഫസ്റ്റ് എഴുതുക. ആ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ഹിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ആൻസർ ബുക്ക്ലെറ്റിലും ഡിസ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ആ വാല്യൂസ്, ഇപ്പൊ ഒരു pH ആണെങ്കിൽ നെഗറ്റീവ് ലോഗ് H+ അയോൺ കോൺസെൻട്രേഷൻ. സോ H+ അയോൺ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് എടുത്തെഴുതണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് ക്വസ്റ്റ്യനകത്തുണ്ടോ അതെല്ലാം എടുത്തെഴുതുക, കറക്റ്റ് ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കുക, ഓരോന്നും സോൾവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കാണിക്കുക, എന്നിട്ട് ഫൈനൽ ആൻസർ വിത്ത് യൂണിറ്റ് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. യൂണിറ്റ് ഇല്ല കാര്യങ്ങൾക്ക് യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക, യൂണിറ്റ് ഇല്ലാത്തതിന്റെ കാര്യമല്ലേ. യൂണിറ്റ് ഉണ്ടോ, വിത്ത് യൂണിറ്റ് തന്നെ ആൻസർ നമ്മൾ എഴുതണം. വിത്ത് യൂണിറ്റ് എഴുതിയാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് കംപ്ലീറ്റ് മാർക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്ച്വൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? അതിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനീഷൻസ് എല്ലാം കൊടുക്കും. ജസ്റ്റ് 1-2 ലൈനിൽ ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് വേറൊരു പാരഗ്രാഫ് പോലെ ചെറുതായിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് കോർ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അതിനകത്ത് ഏതെങ്കിലും എക്സ്പ്രഷൻസോ ഇക്വേഷൻസോ വരുന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഇക്വേഷനൊക്കെ അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു ബോക്സിലേക്ക് ആക്കി ആ ഇക്വേഷനകത്ത് ഓരോ ടേംസും എടുത്ത് പ്രത്യേകം ദിസ് ടേം ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ട്
എഴുതാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു 30 to 60 വേർഡ്സിൽ ഹോൾ നമ്മുടെ കംപ്ലീറ്റ് ആൻസർ കവർ ചെയ്യുന്ന രീതിയിൽ അതിന് അറ്റംപ്റ്റ് ചെയ്യാം. ഇനി മെക്കാനിസം, റിയാക്ഷൻസ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 3 to 5 മാർക്സിനാ ചോദിക്കുക. അപ്പോ കംപ്ലീറ്റ് അതിന്റെ ഓരോ സ്റ്റെപ്പും എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. മെക്കാനിസം എല്ലാം റിയാക്ഷൻ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടും കാണിക്കുക. ഓരോ റിയാക്ടന്റിന്റെയും പേരെഴുതുക, ഓരോ പ്രൊഡക്റ്റിന്റെയും പേരെഴുതുക, അവിടുത്തെ ടെമ്പറേച്ചർ കണ്ടീഷൻ, പ്രഷർ കണ്ടീഷൻ, കാറ്റലിസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പ്രത്യേകം ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് എക്സ്റ്റേണലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം എല്ലാം ഡിഫൈൻ ചെയ്ത് ഓവറോൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് കിട്ടിയിരിക്കണം ആ മെക്കാനിസത്തെ കുറിച്ച്. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മെക്കാനിസംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. വളരെ നീറ്റ് ആയിട്ട് തന്നെ എഴുതുക. നമുക്ക് ലൈൻ ചെയ്തിട്ടുള്ള ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മള് മെക്കാനിസം എഴുതുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, വെട്ടും കുത്തൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഏകദേശം ഒരു 60 to 120 വേർഡ്സിൽ ആൻസർ കവർ ചെയ്യാൻ നോക്കാം. ഇനി ഡെറിവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു ലോനെ ബേസ് ചെയ്തുള്ള ഡെറിവേഷൻ ഒക്കെയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലോ 1-2 സെന്റൻസിലൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 in ഇക്വേഷൻ 2, അത് ഡയറക്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കാതെ ആ ഒരു സെന്റൻസ് അവിടെ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 in ഇക്വേഷൻ 2, അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യാം. അങ്ങനെ നമുക്ക് വേർഡിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. വേർഡ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വേർഡ്സിൽ തന്നെ എഴുതിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും കാണിക്കുക. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഡെറിവേഷൻസും കവർ ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ നമ്മുടെ ടിഇക്ക് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എത്ര മാർക്കിനെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ആ കാര്യമാണ് പറയാൻ പോകുന്നത്. ബ്ലോക്ക് 1-ൽ നിന്ന് 6.25 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ജൂൺ 23-ല് ഡിസംബറിലോട്ട് വരുമ്പം 10 മാർക്കിന് വന്നിട്ടുണ്ട്. ജൂൺ 24-ൽ ഒന്നും ചോദിച്ചിട്ട് തന്നെയില്ല. ഡിസംബർ 24-ൽ ഏകദേശം 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 25-ൽ 12 മാർക്കിന്, ഒരു ആവറേജ് 8.6 മാർക്കിന് ബ്ലോക്ക് 1-ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 17% നമുക്ക് ബ്ലോക്ക് 1-ന് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 2-ലും ഇതുപോലെ അനലൈസ് ചെയ്യുമ്പോൾ ആവറേജ് 6.3 മാർക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് 2-ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരു ടോട്ടൽ 32% വരെ ബ്ലോക്ക് 2-ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഇനി ബ്ലോക്ക് 3-ലോട്ട് വരുമ്പോൾ ആവറേജ് 11.6 മാർക്കിന് വരെ ബ്ലോക്ക് 3-ന് ക്വസ്റ്റ്യൻസ് വരാം. അതായത് 23.2% ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 3-ന്ന് ആവാനാണ് ചാൻസ് കൂടുതൽ. ബ്ലോക്ക് 4-ലോട്ട് വരുമ്പം ഒരു 13-14 മാർക്കിന് വരെ നമുക്ക് ബ്ലോക്ക് 4-ന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എത്രത്തോളം ചോദിക്കാം, ഷോർട്ട് ആൻസേഴ്സ് എത്രത്തോളം ചോദിക്കാം, മെക്കാനിസംസ്, ഡെറിവേഷൻസ്, ഇതെല്ലാം എത്രത്തോളം ഇപ്പം ഓരോ ഇയറിലെയും ആണ്. ജൂൺ 22-ലാണെങ്കിൽ ജൂൺ 22-ല് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കുറച്ചെല്ലാം വന്നിട്ടുണ്ട്. ഡിസംബർ 22-ലോട്ട് എത്തുമ്പോൾ അത് വളരെ കുറഞ്ഞു. ജൂൺ 23-ലായപ്പം വീണ്ടും കൂടി. അങ്ങനെ ആ ഒരു ഗ്രാഫാണ്, കംപ്ലീറ്റ് എങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ വരുന്നത്, ആ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ടൈപ്പ് എന്താ പറയാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ റിയേജൻസ് ആണ്, ഏതൊക്കെ റിയാക്ടൻസ് ആണ് വരുന്നത്, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് അവിടെ വരുന്നത്, ഏത് മെക്കാനിസം ആണത്, കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യണം. അതുപോലെ ഈ മെക്കാനിസം റിയാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അത് ഏകദേശം ഒരു 26 മീൻസ് ഓവറോൾ വളരെ പ്രിസൈസ് ആയിട്ട് വളരെ നീറ്റ് ആയിട്ട് എഴുതിയാലുള്ള അതിന്റെ കംപ്ലീറ്റ് മാർക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇടക്ക് വെച്ച് മറന്നു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടുതലുള്ള ഭാഗമാണ് മെക്കാനിസം എന്നുള്ളത്. സോ അത് പഠിക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ന്യൂമറിക്കൽ ആൻഡ് കോൺസെപ്ച്വൽ ഷോർട്ട് ഈസ്ഡ്, അതായത് ആ ഒരു ടൈപ്പ് ന്യൂമറിക്കൽ പ്രോബ്ലംസോ കോൺസെപ്ച്വൽ ടൈപ്സ് ക്വസ്റ്റ്യൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻസും അതിന്റെ ഡെഫിനിഷൻസും എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ കാണിക്കുക. ഡെറിവേഷൻസ് ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പും തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഈ 2 ഹവറിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, അതായത് ഇപ്പൊ നമുക്കൊരു മെക്കാനിസം ആണ് ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, ഒരു മെക്കാനിസം ആണ്. ഒരു 35 to 40 മിനിറ്റ്സിൽ തന്നെ മെക്കാനിസംസും
മെക്കാനിസം ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ന്യൂമറിക്കൽ പ്രോബ്ലംസിന് ഇതുപോലെ ഒരു 30 to 35 മിനിറ്റ്സ് എടുക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന് 25 to 35 മിനിറ്റ്സ് 30 മിനിറ്റ്സിന്റെ ഉള്ള എന്ത് ചെയ്യാം, ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു ആൻസർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഡെറിവേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു 10-12 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടും. ആ ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെക്കാനിസത്തിൽ ഏതെങ്കിലും സ്റ്റെപ്പ് വിട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ പേര് എഴുതിയിട്ടില്ലേ, പ്രോബ്ലംസിൽ നമ്മൾ യൂണിറ്റ് ഇട്ടിട്ടില്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് അല്ലേ, ഡിറൈവ് ചെയ്തപ്പം ഓരോ സ്റ്റെപ്പും ക്ലിയർ തന്നെയല്ലേ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ നമുക്ക് അവൈലബിൾ ആകും. സ്ട്രക്ചറിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഇത്ര ടൈം എന്ന് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടാനെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മുടെ പേപ്പറിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP എക്സ്പ്രഷൻ ഫോർ ദി ഫോളോയിങ് ഇക്വിലിബ്രിയം റിയാക്ഷൻസ്. അതായത് കുറച്ച് എന്താ പറയാ റിയാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ KP ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെ എഴുതണം. ഇപ്പൊ സപ്പോസ് AA plus BB gives CC plus DD അങ്ങനെ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എഴുതും KP is equal to P CC raised to C P D raised to D P A raised to A P B raised to B എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് എഴുതും. അങ്ങനെ നമുക്ക് വേറെ കുറച്ച് റിയാക്ഷൻസ് തന്നാൽ അതിന്റെ എക്സ്പ്രഷൻസ് KP എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് റെസിഡ്യൂൽ എൻട്രോപ്പി, വാട്ട് ഈസ് റെസിഡ്യൂൽ എൻട്രോപ്പി, വാട്ട് കൈൻഡ് ഓഫ് സ്പീഷീസ് ഷോ റെസിഡ്യൂൽ എൻട്രോപ്പി. അപ്പൊ അതിനകത്ത് ഇതുപോലെ റെസിഡ്യൂൽ എൻട്രോപ്പി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. എൻട്രോപ്പി ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് അബ്സല്യൂട്ട് സീറോ, അതാണല്ലോ റെസിഡ്യൂൽ എൻട്രോപ്പി. പിന്നെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ വരുന്ന കാര്യമാണത്. ആ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഏതൊക്കെ സ്പീഷീസ് ആണ് റെസിഡ്യൂൽ എൻട്രോപ്പി കാണിക്കുന്നത്, CO, NO, N2O, ഇതെല്ലാം പോലെ ക്രിസ്റ്റൽ കണ്ടെയ്നിങ്, സ്ട്രക്ചറൽ റാൻഡംനെസ്, സബ്സ്റ്റൻസ് വിത്ത് ഫ്രോസൺ ഇൻ ഡിസോർഡർ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റെസിഡ്യൂൽ എൻട്രോപ്പി കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ജസ്റ്റ് റെസിഡ്യൂൽ എൻട്രോപ്പി ഒരു എന്താ പറയാ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ കൊടുക്കുക. ജസ്റ്റ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ കോസസും കൂടെ ഒന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് കാണിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ഗിവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഹെസ്സസ് ലോ എന്തായിരുന്നു, ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ വൺ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ് പ്രൊവൈഡഡ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആർ ദ സെയിം. ഈ ഹെസ്സസ് ലോ എല്ലാം അതുപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണോ കിടപ്പുള്ളത് അതേപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യുമ്പം നമുക്ക് ലോകളും അതുപോലെ പ്രിൻസിപ്പിൾസും എല്ലാം അങ്ങനെ സ്റ്റേറ്റ് ചെയ്യുമ്പോഴായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പം. ജസ്റ്റ് എന്നിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ സിഗ്നിഫിക്കൻസും കൂടെ പറയാം. അതായത് ഹീറ്റ് ഓഫ് ഫോർമേഷൻ, ഹീറ്റ് ഓഫ് കമ്പഷൻ, ലാറ്റിസ് എനർജീസ്, ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ കുറച്ച് സിഗ്നിഫിക്കൻസും കൂടെ പറയാം. നെക്സ്റ്റ് സ്റ്റേറ്റ് ലേഷ്യാറ്റിക് പ്രിൻസിപ്പിൾ ആണ്. എന്തായിരുന്നു ലേഷ്യാറ്റിക് പ്രിൻസിപ്പിൾ? വെൻ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് സബ്ജക്റ്റഡ് ടു എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, പ്രഷർ ഓർ ടെമ്പറേച്ചർ, the equilibrium shift in a direction that change it to counteract the imposed change. ഇതും എന്ത് ചെയ്യാം, ഇതേ വേർഡ്സിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള സെയിം വേർഡ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ 1-2 ആപ്ലിക്കേഷൻസ് ഓർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വരുമ്പം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ചേഞ്ച് ഇൻ പ്രഷർ വരുമ്പോൾ എങ്ങോട്ട്, ആ കാര്യം ജസ്റ്റ് 1-2 വേർഡ്സിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക.
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഈച്ച്. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് അല്ലെ. പാത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ് ആൾസോ. പിന്നെ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. എന്നാൽ ഹീറ്റ്, വർക്ക് പോലുള്ള കാര്യങ്ങളെല്ലാം പാത്ത് ഫംഗ്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് what is spontaneity, give criteria for spontaneity of a reaction in terms of, അതായത് എന്താണ് സ്പോണ്ടേനിറ്റി എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തായിരിക്കും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്? ഇറ്റ്സ് ഓൺ, അതായത് ആ ഒരു പ്രോസസ് അത് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ, എന്താ പറയാ, എക്സ്റ്റേണൽ എനർജിയുടെ ഒന്നും ആവശ്യമില്ലാതെ ഇറ്റ്സെൽഫ് ആ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ക്രൈറ്റീരിയ, ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന ഇക്വേഷൻ കൊടുക്കുക. ഡെൽറ്റ എസ് എങ്ങനെ ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ്? ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ സ്പോണ്ടേനിയസ്, ഈക്വൽ ടു 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം, ലെസ് ദാൻ 0 ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ആ കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഗിബ്സ് വേണമെങ്കിൽ ഇതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. എങ്ങനെയാണ് ഗിബ്സ് എനർജി, അതായത് ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ദ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഫോർ ദി ഫോളോയിങ് റിയാക്ഷൻ. അതായത് സോലിബിലിറ്റി കുറച്ച് റിയാക്ഷൻസ് നമുക്ക് തരും. ഇപ്പൊ സപ്പോസ് എ ബി ഗിവ്സ് എ പ്ലസ് ബി മൈനസ് എന്ന റിയാക്ഷൻ ആണെങ്കിൽ അതിന്റെ ഒരു സോലിബിലിറ്റി പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? കെ എസ് പി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ബി മൈനസ്. അല്ലെങ്കിൽ ഇപ്പം എ ജി സി എൽ ഗിവ്സ് എ ജി പ്ലസ് പ്ലസ് സി എൽ മൈനസ്, അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? എ ജി പ്ലസ് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് എ ജി പ്ലസ് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് സി എൽ മൈനസ്. അങ്ങനെ കുറച്ച് റിയാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് അറിയണം. എന്നാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കെ എസ് പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഡിസ്കസ് ദി മെക്കാനിസം ഓഫ് നൈട്രേഷൻ ഓഫ് ബെൻസീൻ. നൈട്രേഷൻ ഓഫ് ബെൻസീനിൽ 3 സ്റ്റെപ്സ് ആ വരുന്നത്. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, ഫോർമേഷൻ ഓഫ് സിഗ്മ കോംപ്ലക്സ്, ഡീപ്രോട്ടോണേഷൻ, പിന്നെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് റിയാക്ഷനും കൂടെ എടുത്തെഴുതുക. ഈ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യുക, ഫൈനൽ റിയാക്ഷനും എടുത്തെഴുതുക. നെക്സ്റ്റ് വരുന്നത് ഹൗ വുഡ് ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് എ വീക്ക് ആസിഡ് ചേഞ്ച് വിത്ത് ഡയല്യൂഷൻ ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻ. എങ്ങനെയാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ചേഞ്ച് ചെയ്യുന്നത്? ഒരു വീക്ക് ആസിഡിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ആ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് HA എന്നൊരു ആസിഡ് സപ്പോസ് എക്സാമ്പിൾ എടുത്തിട്ട് അതിനൊന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്ന കാണിക്കുക. ഓസ്വാൾഡ് ഡയല്യൂഷൻ ലോ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഓക്സ്ഫോർഡ് ഡയല്യൂഷൻ ലോ, അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് ഡയല്യൂഷൻ ലോ കെ എസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ആൽഫ എന്താണ്, സി എന്താണെന്നൊക്കെ പറയാം. പിന്നെ ഡയല്യൂഷന്റെ എഫക്റ്റും കൂടെ, ഡയല്യൂട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, ആൽഫ ഇൻക്രീസ് ചെയ്യും. ഓവറോൾ കൺക്ലൂഷൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ് ഒന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ബഫർ സൊല്യൂഷൻ, ഗിവ് എക്സാമ്പിൾ. ബഫർ സൊല്യൂഷൻ എന്തായിരുന്നു? റെസിസ്റ്റ് പി എച്ച്, ചേഞ്ച് ഇൻ പി എച്ച് വെൻ സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ആഡഡ്. ഏതെങ്കിലും ഒരു ചെറിയ എമൗണ്ടിൽ ആസിഡോ ബേസോ ഒരു സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബഫർ സൊല്യൂഷൻ എന്ത് ചെയ്യും? ആ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ ആസിഡ് ബഫേഴ്സ് ഉണ്ട്, ബേസ് ബഫേഴ്സ് ഉണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുക. ആസിഡ് ബഫേഴ്സിനും ബേസ് ബഫേഴ്സിനും എല്ലാം എക്സാമ്പിൾസും കൂടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് എത്ര തവണ വന്നിട്ടുണ്ട്, ആവറേജ് എത്ര മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ആ കാര്യമാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡിഫൈൻ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫങ്ഷൻസ്, ഗിവ് എക്സാമ്പിൾ ഓഫ് ഈച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1ൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്ന ടോപ്പിക് ആണ്. 5 തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് നമുക്കൊരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സ്റ്റേറ്റ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഓഫ് ഹീറ്റ് സമ്മേഷൻ, ഗിവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഇതും ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുന്ന ടോപ്പിക് ആണ്. 8 തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് റെസിഡൽ എൻട്രോപ്പി, വാട്ട് കൈൻഡ് ഓഫ് സ്പീഷീസ് ഷോ റെസിഡൽ എൻട്രോപ്പി. ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്ന ഒരു ടോപ്പിക് ആണ്. 9 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സ്പോണ്ടേനിറ്റി, ഗിവ് ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഓഫ് എ റിയാക്ഷൻ ഇൻ ടേംസ്. എന്താണ്, കുറച്ച് റിയാക്ഷൻസ് നമുക്ക് തരും.
അതിന്റെ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഇൻ ടേംസ് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി ആവാം. ഗിബ്സ് ഫ്രീ എനർജിയുടെ ടേംസിലാണെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജിയുടെ ടേംസിൽ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്ന ഒരു ടോപ്പിക് ആണ്. 5 തവണ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റൈറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp എക്സ്പ്രഷൻ ഫോർ ദി ഫോളോയിങ് ഇക്വിലിബ്രിയം റിയാക്ഷൻസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഒരു ടോപ്പിക് ആണ്. 12 തവണ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ് Le Chatelier പ്രിൻസിപ്പിൾ. എന്താണ് Le Chatelier പ്രിൻസിപ്പിൾ? ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്ന ഒരു ടോപ്പിക് ആണ്. 7 തവണ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഹൗ വുഡ് ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് ചേഞ്ച് വിത്ത് ഡയലൂഷൻ ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻ. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 വരുന്ന ഒരു ടോപ്പിക്. 5 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ബഫർ സൊല്യൂഷൻ, ഗിവ് ആൻ എക്സാമ്പിൾ. ബഫർ സൊല്യൂഷൻ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇത് ബ്ലോക്ക് 2 വരുന്ന ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 8 5 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ദ സോലിബിലിറ്റി പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ ഫോർ ദി ഫോളോയിങ്. ബ്ലോക്ക് 2 യൂണിറ്റ് 9 വരുന്ന ഒരു ടോപ്പിക് ആണ്. 5 തവണ ഈ ക്വസ്റ്റ്യൻ പെർട്ടിക്കുലർലി ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദി മെക്കാനിസം ഓഫ് നൈട്രേഷൻ ഓഫ് ബെൻസിൻ. ബ്ലോക്ക് 3 വരുന്ന ഭാഗമാണ്. യൂണിറ്റ് 11 5 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓവറോൾ എങ്ങനെയാണ് Le Chatelier പ്രിൻസിപ്പിൾ എത്രത്തോളം വന്നിട്ടുണ്ട്? ഹെസ്സസ് ലോ, എൻട്രോപ്പി ഡെഫിനിഷൻസ്, KP/KC എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഓവറോൾ എത്ര ചോദിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു പൈ ഡയഗ്രാം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രാം ആണത്. ജസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ ഡാറ്റാസിന്റെ ഒരു പൈ ഡയഗ്രാം ആണത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ, ഹൗ ടു പ്രാക്ടീസ് ദീസ് റിപ്പീറ്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടത്, എത്ര ടൈമിൽ ഓരോ ആൻസർ കവർ ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ മാക്സിമം 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഓവറോൾ ആ ഒരു ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം എന്ന കാര്യം നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഒരു 10-12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ആ ഫോർമുലാസ് എല്ലാം കാണിക്കുക. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, സ്പോണ്ടേനിറ്റി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 വേർഡ്സിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. നമ്മളത് ചെയ്ത് തന്നെ നോക്കണം. ഒരു 5 മിനിറ്റിൽ അതിന്റെ ഒരു ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് 10-12 മിനിറ്റിലെ ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് ചെയ്ത് നോക്കന്നെ വേണം. എന്നാലും നമുക്ക് എക്സാമിന് അത് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ്, ഒരു ആൻസർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ്, അതായത് ഇപ്പം ഹെസ്സസ് ലോ അല്ലെങ്കിൽ Le Chatelier പ്രിൻസിപ്പിൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ലോ എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യണം, ഏതൊക്കെ കീ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യണം, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒരു ഓവറോൾ ഐഡിയ നമുക്ക് വേണം. ദെൻ മെക്കാനിസംസ് ഫോക്കസ് ചെയ്തും പഠിക്കേണ്ടത് നൈട്രേഷൻ ഓഫ് ബെൻസീൻസ്, ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ്. അവിടുന്ന് അതിന്റെ റിയേജൻസ്, അതുപോലെ അതിന്റെ റിയാക്ഷൻ കണ്ടീഷൻസ്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഓരോ ടോപ്പിക്സും എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സ്റ്റേറ്റ് വേഴ്സസ് പാത്ത് എക്സാമ്പിൾസ് 57.1% ഈ ഒരു ടോപ്പിക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. അങ്ങനെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഫസ്റ്റ് ലോ, വർക്ക് ഇൻ ഐസോതെർമൽ ആൻഡ് അഡിയോബാറ്റിക് പ്രോസസ്, ഹെസ്സസ് ലോ ആൻഡ് എൻതാൽപി, എൻട്രോപ്പി ആൻഡ് ഐക്യാബ്ജി ക്രൈറ്റീരിയ, KP/KC എക്സ്പ്രഷൻസ് ആൻഡ് ഇന്റർ കൺവേർഷൻസ്, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരും. അതുപോലെ Le Chatelier predictions, weak electrolytes, Oswald law, Buffers and Henderson-Hasselbalch equation, വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഓസ്വാൾഡ് ലോ, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അതുപോലെ അരോമാറ്റിസിറ്റി ആൻഡ് ബെൻസീൻ ബേസിക്സ്, EAS മെക്കാനിസം, ഡയറക്റ്റിംഗ് എഫക്ട്, സൈഡ് ചെയിൻ, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. എന്നാൽ സാൾട്ട് ഹൈഡ്രോളിസിസ് ആൻഡ് pH അതെല്ലാം ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അതുപോലെ കാർബോണിൽസ് ആൻഡ് അഡീഷൻസ്, നെയ്മഡ് റിയാക്ഷൻസ് ഇല്ല, ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ റിയാക്ഷൻസ്, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സോ ഈ ടോപ്പിക്സ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ എൻട്രോപ്പി, ഡെൽറ്റ ജി ക്രൈറ്റീരിയ, KP/KC, അതായത് അരോമാറ്റിസിറ്റിയുടെ ബേസിക്സ്, ഇതെല്ലാം നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക് ആണിത്. ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. ടോപ്പിക്സിനെ കുറിച്ച് കറക്റ്റ് ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. കാരണം അത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. എന്നാൽ Le Chatelier പ്രിൻസിപ്പിൾ, വീക്ക് ഇലക്ട്രോലൈറ്റ്, ബഫേഴ്സ്, KSP, EAS മെക്കാനിസം, കാർബോണിൽ അഡീഷൻ, ഇതെല്ലാം മീഡിയം കാറ്റഗറി. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇത് എന്താണെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം.
എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ്, ബട്ട് എന്താണ് അത്ര തവണ ചോദിച്ചിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് വേഴ്സസ് പാത്ത്, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് ആൻഡ് ഇപ്പോക്സൈഡ്സ്. ഇത് ഈ ഒരു ടോപ്പിക്സ് ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷെ ഇത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സിന്റെ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ചോദിച്ചിട്ടുണ്ടല്ലോ, 1-2 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം. അതിന്റെ മുന്നായിട്ട് ഓവറോൾ 2 hours ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നുണ്ടാവുക. മാക്സിമം 50 മാർക്കാണ്. നമുക്ക് 2 പാർട്ടായിരിക്കും ഉണ്ടാവുക. 2 പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആൻസർ ബുക്ക്ലെറ്റിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരോ ക്വസ്റ്റ്യന്റെയും മാർക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ നേരെ തന്നെ കൊടുത്തിട്ടുണ്ടാകും. പാർട്ട് 1 നമ്മൾ 5 questions അറ്റൻഡ് ചെയ്യണം. പാർട്ട് 2 നമ്മൾ എന്ത് ചെയ്യണം? 5 questions അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് സ്റ്റേറ്റ് വാരിയബിൾസ് ഫ്രം പാത്ത് വാരിയബിൾസ് ആൻഡ് ഗിവ് 1 example ഓഫ് ഈച്ച്. എന്താണ് സ്റ്റേറ്റ് വാരിയബിൾ, എന്താണ് പാത്ത് വാരിയബിൾ? എന്ത് ചെയ്യാം? ഒരു ടേബിൾ ഒക്കെ വരച്ചിട്ട് നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സ്റ്റേറ്റ് ആണെങ്കിൽ, പാത്ത് വാരിയബിൾ ആണെങ്കിൽ പാത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. എക്സാമ്പിൾസ് കൊടുക്കുക, അവരുടെ ഡിഫറൻഷ്യൽസിന്റെ കാര്യം പറയാം, അങ്ങനെ ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അതിനകത്തൊരു ബി ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് അത്. 1 mole ഓഫ് ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ് ഹീറ്റഡ് ഫ്രം 320 Kelvin to 420 Kelvin അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. Take CPM is equal to 20.8 joule per mole per Kelvin. Calculate Q and delta H. CPM നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി നമുക്ക് കണ്ടുപിടിക്കാം. 420 മൈനസ് 320 ചെയ്താൽ മതി. 100 Kelvin ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ QP, ഹീറ്റ് അബ്സോർബ്ഡ്, എങ്ങനെ കണ്ടുപിടിക്കാം? NCP into ഡെൽറ്റ ടി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. എൻതാൽപി ചേഞ്ച് is equal to QP ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാം? പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 20.8 ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ എൻതാൽപി ചേഞ്ച് എല്ലാം കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഡിഫറൻഷ്യൽ ഫോം ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം ഡൂയിങ് ഓൺലി PV വർക്ക്. എന്താണ് ഫസ്റ്റ് ലോ എന്ന് ക്ലിയർ ആയിട്ട് തന്നെ എഴുതുക. എനർജി ക്യാൻ എയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോർമഡ് ഫ്രം വൺ ഫോം ടു അനദർ. മാത്തമാറ്റിക്കൽ ഫോം എഴുതുക. ഡെൽറ്റ യു is equal to Q plus W. സോ അതിന്റെ ഡിഫറൻഷ്യൽ ഫോം എന്തായിരിക്കും? DU is equal to dou Q minus PdV. ആ കാര്യം എന്ത് ചെയ്യാം? എഴുതാം. നെക്സ്റ്റ്, ഡ്യൂറിങ് reversible isothermal expansion from 5 decimeter cube to 15 decimeter cube at 298 Kelvin, compute delta S for 0.5 mole of an ideal gas. ഒരു പ്രോബ്ലം ആണ്. V1 നമുക്കറിയാം 5 decimeter cube ആണ്. V2 എന്ന് പറയുന്നത് 15 decimeter cube ആണ്. നമ്പർ ഓഫ് മോൾസ് 0.5 mole ആണ്. ടെമ്പറേച്ചർ 298 Kelvin. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡെൽറ്റ എസ് കണ്ടുപിടിക്കാം അല്ലെ. ഡെൽറ്റ എസ് എങ്ങനെ കണ്ടുപിടിക്കാം? NR into ln V2 by V1 ചെയ്താൽ മതി. നമുക്ക് ഡെൽറ്റ എസ് കണ്ടുപിടിക്കാൻ പറ്റും. Then using Hess's law, outline how would you obtain enthalpy of formation of a compound that cannot be prepared directly, indicating the role of thermochemical cycles. അപ്പൊ ഹെസ്സസ് ലോ എന്താണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എൻതാൽപി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കൊടുക്കുക. അതിന്റെ റോളും കൊടുക്കുക. ഒരു തെർമോകെമിക്കൽ പ്രോസസ്സിൽ എന്താണ് അതിന്റെ റോൾ, അതായത് അത് എന്തൊക്കെയാണ് എൻഷുർ ചെയ്യുന്നത്? സെയിം ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ് എന്ന് എൻഷുർ ചെയ്യും. മെഷറബിൾ റിയാക്ഷൻസ്, കമ്പഷൻ, ന്യൂട്രലൈസേഷൻ പോലുള്ള റിയാക്ഷൻസിന് എന്ത് ചെയ്യാം? നമുക്കിത് യൂസ് ചെയ്യാം. ആ കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി 3 B question നോക്കാം. For the gas phase reaction, A gas gives to B gas. Derive a general expression relating delta RU and delta RH at 298 Kelvin. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ജനറൽ റിലേഷൻ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. ഇത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അത് ഏതിനൊക്കെ? ഡെൽറ്റ ആർ യുക്കും ഡെൽറ്റ ആർ എച്ചിനും നമ്മൾ 298 കെൽവിനിലുള്ള ഒരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജനറൽ റിലേഷൻ അറിയാം. ഡെൽറ്റ എച്ച് is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT. സോ ഇവിടെ ഡെൽറ്റ എൻ എന്തായിരിക്കും? 2 minus 1. റിയാക്ടന്റ് 1ഉം A gives 2B എന്നല്ലേ? റിയാക്ടന്റ് 1ഉം പ്രൊഡക്റ്റ്
2 ആയതുകൊണ്ട് ഡെൽറ്റ എൻ 2 മൈനസ് 1 ആയിരിക്കും. ടെമ്പറേച്ചറും നമുക്കറിയാം. സോ ഡെൽറ്റ എച്ച് എങ്ങനെയായിട്ട് മാറും? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി എന്നായിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും? നമുക്കൊരു റിലേഷൻ കിട്ടിയല്ലോ. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഫോർ ജനറൽ ഗ്യാഷ്യസ് റിയാക്ഷൻ ആൻഡ് സ്റ്റേറ്റ് വെൻ കെ പി is equal to കെ സി. അതായത് കെ പി കെ സിക്ക് ഒരു ഡെറിവേഷൻ ആണ്, ഡയറക്റ്റ് ഡെറിവേഷൻ ആണ്. ജനറൽ ഗ്യാസ് ഏതെങ്കിലും ഒരു ഗ്യാസ് ഇക്വേഷൻ എടുക്കുക. എ പ്ലസ് ബി ബി ഗ്യാസ് സി സി പ്ലസ് ഡി ഡി ഗ്യാസ് ഇക്വേഷൻ എടുക്കുക. കെ പി എന്താ നമുക്കറിയാം? കെ പി is equal to കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എൻ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് അല്ലേ? സോ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. അങ്ങനെ പിന്നെ കെ പി is equal to കെ സി ആവുമ്പോൾ ഡെൽറ്റ എൻ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് write the Kp expression for CO gas plus H2O gas gives CO2 gas plus H2 gas. Reaction തന്നിട്ടുണ്ട്. Kp യുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? PCO2 into PH2 divided by PCO into PH2. ഇവിടെ ഡെൽറ്റ എൻ 0 ആണ്. സോ Kp is equal to Kc ആയിരിക്കും. നെക്സ്റ്റ് apply Le Chatelier principle to predict the effect of first one, adding a inert gas at constant pressure. A temperature decrease on exothermic reaction equilibrium. Just Le Chatelier principle explain ചെയ്യാം. അത് ജസ്റ്റ് ഈ റിയാക്ഷന് കൊടുത്ത് ടെമ്പറേച്ചർ ഡിക്രീസ് എക്സോതെർമിക് റിയാക്ഷൻസിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുന്നത്? എന്തായിരിക്കും? എന്താണ് ഡിക്രീസ് റിയാക്ഷൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ദി പ്രൊഡക്റ്റ്. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ റിയാക്ഷൻ ഷിഫ്റ്റ് ടുവേർഡ്സ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഒരു ഇനേർട്ട് ഗ്യാസ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ അവിടെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പാർഷ്യൽ പ്രഷർ, റിയാക്ടിങ് ഗ്യാസസിന്റെ പാർഷ്യൽ പ്രഷർ ഡിക്രീസ് ചെയ്യും. അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ദാറ്റ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതാം. ഗിവ് വൺ ലിമിറ്റേഷൻ ഓഫ് യൂസിങ് Le Chatelier പ്രിൻസിപ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് ആർഗ്യുമെന്റ് ഫോർ സിസ്റ്റംസ് വിത്ത് വെരി സ്മാൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ എഴുതിയാൽ മതി. അതായത് Le Chatelier പ്രിൻസിപ്പിൾ ഒരു ക്വാളിറ്റേറ്റീവ് പ്രഡിക്ഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ ഒന്നും കിട്ടുന്നില്ല. അത് കൂടുകയോ കുറയോ അല്ലെങ്കിൽ എങ്ങോട്ട് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും, ആ കാര്യങ്ങളെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതൊരു ലിമിറ്റേഷൻ ആണ്. അങ്ങനെ ഒരു 1-2 ലിമിറ്റേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തപ്പോ വെരി സ്മോൾ കെ വാല്യൂ ഒക്കെ വരുന്ന സമയത്ത് ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്കൊന്നും തന്നെ കിട്ടുന്നില്ല. അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ ചെറുതാവുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഷിഫ്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ചെറുതായി കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബഫർ സൊല്യൂഷൻ ആൻഡ് യൂസ് ദി ഹെൻഡേഴ്സൺ ഹെയ്സൽബാക്ക് റിലേഷൻ ടു ഷോ ഹൗ pH ഡിപ്പെൻഡ്സ് ഓൺ റേഷ്യോ ബേസ് ആസിഡ്. അതായത് ജസ്റ്റ് ബഫർ സൊല്യൂഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെ 1-2 എക്സാമ്പിൾസ് കൊടുക്കുക. ഹെൻഡേഴ്സൺ ഹെയ്സൽബാക്ക് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. pH is equal to pKa plus log concentration of salt divided by concentration of acid. അത് എങ്ങനെയാണ് pH നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ കാര്യം കൂടെ ഒന്ന് പറയാം. അപ്പൊ ആസിഡ് ബേസ് റേഷ്യോ ഇൻക്രീസ് ചെയ്താൽ pH ഇൻക്രീസ് ചെയ്യും, ആസിഡ് ബേസ് റേഷ്യോ ഡിക്രീസ് ചെയ്താൽ pH ഡിക്രീസ് ചെയ്യും. ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറയാൻ നോക്കുക. നെക്സ്റ്റ് വരുന്നത് ഡിഫൈൻ സോലിബിലിറ്റി ആൻഡ് റൈറ്റ് ദ KXP എക്സ്പ്രഷൻ ഫോർ MX2. സോലിബിലിറ്റി ഡിഫൈൻ ചെയ്യണം. ദെൻ അതായത് സോലിബിലിറ്റി പ്രൊഡക്റ്റ് ആണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ സോലിബിലിറ്റി പ്രൊഡക്റ്റ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ഡിസോസിയേഷൻ ഓഫ് എ സ്പെയറിംഗ്ലി സോലിബിൾ സാൾട്ട് ഇൻ വാട്ടർ അല്ലെ. പിന്നെ അതിന്റെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ കൊടുക്കുക. ഇപ്പൊ MX2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ MX2 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ M2++ 2x മൈനസ് ആകും. സോ KSP is equal to concentration of M2++ x മൈനസ് ഹോൾ സ്ക്വയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. വിച്ച് ക്ലോറൈഡ് a solution containing Ag plus at 1 into 10 raised to minus 3 molar, Pb2 plus at 1 into 10 raised to minus 2 molar on adding Cl minus which chloride precipitate. KSP യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. KSP of AgCl ഉം KSP of PbCl2 നമുക്ക് തന്നിട്ടുണ്ട്.
അല്ലെ? അതുപോലെ AG+ന്റെ കോൺസെൻട്രേഷനും Pb2+ന്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. AgClന്റെ കേസിൽ എങ്ങനെയായിരിക്കും? Ag++Cl- ആയിട്ടായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ KsP is equal to concentration of Ag++ concentration of Cl- ആയിരിക്കും. അതിനകത്ത് ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് Cl- കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പാർട്ട് 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. യൂസിങ് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 2 നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്. യൂസിങ് ഹക്കെൽസ് റൂൾ ജസ്റ്റിഫൈ why benzene is aromatic while cyclotetratetrene is not. ഹക്കെൽസ് റൂൾസ് കൊടുക്കുക. ഹക്കെൽ റൂളിന്റെ കണ്ടീഷൻസ് സൈക്ലിക് ആണോ പ്ലാനാർ ആണോ നോക്കണം, ഫുള്ളി കോൺജുഗേറ്റഡ് ആണോ എന്ന് നോക്കണം, 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടോ എന്നും കൂടെ നോക്കണം. ബെൻസിന് സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. n is equal to 1 അല്ലേ? സോ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഹക്കെൽസ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ സൈക്ലോടെട്രിൻ എന്ന് പറയുന്നതിൽ 8 പൈ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ബട്ട് നോൺ പ്ലാനാർ ആണ്, ട്യൂബ് ഷേപ്ഡ് ആയതുകൊണ്ട് തന്നെ അരോമാറ്റിക് അല്ല. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വൈ ബെൻസീൻ പ്രിഫേഴ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓവർ അഡീഷൻ. എന്തുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിഫർ ചെയ്യുന്നത് അഡീഷനെക്കാട്ടിലും? കാരണം അഡീഷൻ റിയാക്ഷൻസ് ബെൻസീന്റെ അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ ഇലക്ട്രോഫിലിക് റിയാക്ഷൻ ആണെങ്കിൽ അരോമാറ്റിക് സ്റ്റെബിലിറ്റി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആയിരിക്കും പൊതുവെ ബെൻസീൻസ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ്, mechanism. Outline the mechanism of nitration of benzene, identifying electrophile and the sigma complex. Formation of electrophile nitration of benzene ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന HNO ഫസ്റ്റ് നമ്മൾ കാണിക്കേണ്ട റിയാക്ഷൻ എന്ന് പറയുന്നത് HNO3+H2SO4 റിയാക്ഷൻ ആണ്. NO2++ HSO4- H2O ഫോം ചെയ്യും. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ഏതായിരിക്കും? NO2+ ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് സിഗ്മ കോംപ്ലക്സ്. NO2+ ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യും, അരോമാറ്റിസിറ്റി ടെമ്പററിലി ലോസ്റ്റ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് ഡീപ്രോട്ടോണേഷൻ ആയിരിക്കും, പ്രോട്ടോൺ റിമൂവ് ചെയ്യും, അപ്പൊ അരോമാറ്റിസിറ്റി റീസ്റ്റോർ ചെയ്യും, നൈട്രോബെൻസീൻ ഫോം ചെയ്യും. നെക്സ്റ്റ്, predict the major ring positions for bromination of anisole and nitrobenzene. ഏതൊക്കെ? അനിസോളിന്റെ കേസിൽ OCH3 ആണ്. സോ അവിടെ വരുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ആയിരിക്കും മേജർ പൊസിഷൻ ആയിട്ട് വരുന്നത്. ഇനി നൈട്രോബെൻസീന്റെ കേസിലോട്ട് വരുമ്പോൾ നൈട്രോബെൻസീൻ സ്ട്രോങ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. സോ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മേജർ പൊസിഷൻ ആയിട്ട് വരുന്നത് മെറ്റാ പൊസിഷൻ ആയിരിക്കും. നെക്സ്റ്റ്, കമ്പയർ SN1 ആൻഡ് SN2 വിത്ത് റെസ്പെക്ട് ടു എ സബ്സ്ട്രേറ്റ് സ്ട്രക്ചർ ആൻഡ് സ്റ്റീരിയോ കെമിക്കൽ ഔട്ട്കം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. അതായത് SN1ന്റെ സബ്സ്ട്രേറ്റ് സ്ട്രക്ചർ മെക്കാനിസം എങ്ങനെയാണ്? 2 സ്റ്റെപ്പ് മെക്കാനിസം ആണ്. കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ്. സ്റ്റീരിയോ കെമിക്കൽ ഔട്ട്കം എന്ന് പറയുന്നത് റെസിമൈസേഷൻ ആയിരിക്കും. പാർഷ്യൽ ഇൻവേർഷൻ പ്ലസ് പാർഷ്യൽ റിറ്റൻഷൻ. അവിടെ ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കൈൽ ഹലൈഡ്സ് ആയിരിക്കും, കാരണം സ്റ്റേബിൾ കാർബോകാറ്റോൺ ഫോർമേഷൻ ആയതുകൊണ്ട്. ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ടേബിൾ ഒക്കെ വരച്ചിട്ട് SN1 SN2 എന്ന് പാർട്ട് ആക്കിയിട്ട് തന്നെ ഡിഫറൻസ് ഒക്കെ ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ്, arrange allyl chloride, tertiary butyl chloride, methyl chloride in increasing order of SN1 reactivity. SN1 reactivityയുടെ increasing order ആണ് ചോദിച്ചിട്ടുള്ളത്. methyl chloride, allyl chloride, tertiary butyl chloride. അങ്ങനെ അത് എങ്ങനെയായിരിക്കും? methyl chloride ആ ഒരു ഓർഡർ അങ്ങനെ ആയിരിക്കും വരുന്നത്. അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷനും കൊടുക്കുക. Next, suggest reagent conditions for converting benzene into isopropyl benzene. Cumene by Friedel-Crafts alkylation. Mentioning any carbocation rearrangement. Benzene അവിടെ വരുന്നത് AlCl3 ആയിരിക്കും. ഐസോപ്രൊപ്പൈൽ ബെൻസീനായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൽക്കൈൽ ഹലൈഡ് എന്തായിരിക്കണം? ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആയിരിക്കണം. കാറ്റലിസ്റ്റ് അൺഹൈഡ്രസ് AlCl3 ഡ്രൈ കണ്ടീഷൻസിൽ. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഫോം ചെയ്ത കാർബോകാറ്റയോൺ ഏതാണ്, അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഗിവ് വൺ ലിമിറ്റേഷൻ ഓഫ് ഫ്രൈഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ കമ്പയർഡ് ടു അസൈലേഷൻ. ഫ്രൈഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷന്റെ ലിമിറ്റേഷൻ, പോളി ആൽക്കൈലേഷന്റെ കാര്യത്തിൽ വരുന്ന ലിമിറ്റേഷൻസ് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. എക്സ്പ്ലെയിൻ വൈ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ സൈക്ലോഹെക്സനോൾ യൂസിങ് റെസൊണൻസ് അറേഞ്ച്മെന്റ്. ഫിനോളിന്റെ റെസൊണൻസ് അറേഞ്ച്മെന്റ് കാണിക്കുക. എന്തുകൊണ്ടാണ് ഫീനോൾ
മോർ അസിഡിക് ആയത്, അതിന്റെ റെസനൻസ് കാണിക്കുക, സൈക്ലോ ഹെക്സനോളിന് എങ്ങനെ റെസനൻസ് വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ called reaction of sodium phenoxide with CO2, formation of 2,4,6 tribromophenol from phenol. ഈ രണ്ട് റിയാക്ഷൻസിന്റെയും ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കോബ് റിയാക്ഷൻ എല്ലാം എഴുതുമ്പോൾ ജസ്റ്റ് ആ റിയാക്ഷൻ എന്തെന്നും കൂടെ മെൻഷൻ ചെയ്യുക. അതിന്റെ കണ്ടീഷൻസ് 125 to 140 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റ് എന്തായിരിക്കും, സാലിസിലിക് ആസിഡ് ആയിരിക്കും. അതെല്ലാം മെൻഷൻ ചെയ്തിട്ട് റിയാക്ഷനും കാണിക്കുക. പിന്നെ 2,4,6 ട്രൈബ്രോമോഫിനോളിന്റെ ഫോർമേഷൻ ബ്രോമിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പം റിയാക്ഷൻ ബ്രോമിൻ വാട്ടറിലായിരിക്കും ഒക്കർ ചെയ്യുന്നത് പറഞ്ഞിട്ട് റിയാക്ടൻസും പ്രൊഡക്റ്റും വെച്ച് ഒരു മെക്കാനിസം കാണിക്കുക. നെക്സ്റ്റ്, പ്രൊവൈഡ് ദ മെക്കാനിസം ഓഫ് ആൽഡോൾ കണ്ടൻസേഷൻ ഓഫ് അസെറ്റാൽഡിഹൈഡ് ലീഡിംഗ് ടു ബീറ്റ ഹൈഡ്രോക്സി പ്രൊഡക്റ്റ്. ആൽഡോൾ കണ്ടൻസേഷൻ, അസെറ്റാൽഡിഹൈഡിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റേറ്റ്, അതായത് ഇനോലേറ്റ് അയോൺ ഫോർമേഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ, പ്രോട്ടോണേഷൻ, ഈ 3 സ്റ്റെപ്പ്. സ്റ്റേറ്റ് ദ സ്ട്രക്ചറൽ റിക്വയർമെന്റ് ഫോർ എ പോസിറ്റീവ് ഐഡോഫോം ടെസ്റ്റ് ആൻഡ് നെയിം 2 കാർബോണിൽ കോമ്പൗണ്ട് ദാറ്റ് വിൽ റെസ്പോണ്ട്. റിക്വയർമെന്റ് കോമ്പൗണ്ടിൽ എന്തുണ്ടാവണം, COCH3 ഉണ്ടായിരിക്കണം. അതുപോലെ CHOH CH3 ഗ്രൂപ്പിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ടാകും. അതിനുള്ള എക്സാമ്പിൾസും കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ പ്രൊപ്പോസ് എ വില്യംസൺ സീദർ സിന്തസിസ് റൂട്ട് ടു പ്രിപ്പയർ ഈഥൈൽ പാരാമെത്തോക്സി ബെൻസോയേറ്റ്. വില്യംസൺ സിന്തസിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ന്യൂക്ലിയോഫൈൽ എന്താണ്, ഇലക്ട്രോഫൈൽ എന്താണ്, SN2 മെക്കാനിസം, SN2 ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആ കാര്യമെല്ലാം പറയാം. പിന്നെ കാനിസാരോ, റൈറ്റ് കാനിസാരോ ഡിസ്പ്രൊപ്പോർഷൻ ഓഫ് പാരാമെത്തോക്സി ബെൻസാൽഡിഹൈഡ് നെയിമിംഗ് ദ പ്രൊഡക്റ്റ്. കാനിസാരോ റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ വരുന്ന ആൽഫ ഹൈഡ്രജൻ, പാരാമെത്തോക്സി ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. കോൺസെൻട്രേറ്റഡ് NOH എന്തെയും കാനിസാരോ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യും. പ്രൊഡക്റ്റ് പാരാമെത്തോക്സി ബെൻസൈൽ ആൽക്കഹോളും പാരാമെത്തോക്സി ബെൻസോയേറ്റ് അയണും ആയിരിക്കും. ആ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ട് റിയാക്ഷനും കാണിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓവറോൾ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഓവറോൾ ഇപ്പം ഏകദേശം ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെ നമ്മൾ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം. സോ കോൺഫിഡന്റ് ആയിട്ട് തന്നെ, വളരെ കോൺഫിഡന്റോട് കൂടെ പഠിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.